I know that you're afraid. It feels like every day things are slipping away. You're slipping away, and you think back to a time that you were lost. Thoughts disorganized, can't seem to dry your eyes, and chaos is collapsing from your mind. Hello guys, welcome back to our channel. ഇന്ന് നമ്മളൊരു ടെക് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ സ്ക്രീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാകും. നമ്മൾ ഒരു പി സിയുടെ ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ പോരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വൈഫൈ റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ വൈഫൈ റിസീവ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഡിസ്കണക്റ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ റിസോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റെപ്സാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഇതിപ്പോൾ മെയിനായിട്ട് എനിക്ക് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വിൻഡോസ് 7 ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വിൻഡോസ് 7ൽ നിന്ന് വിൻഡോസ് 10ലേക്ക് മാറിയ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ വൈഫൈ ആയാലും ബ്ലൂടൂത്ത് ആയാലും അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവാനും കണക്റ്റ് ആയിട്ട് തന്നെ ഡിസ്കണക്റ്റ് ആവുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ റിസോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാം. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ കാണുന്നതായിരിക്കും. അപ്പോൾ അതിൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു സ്ക്രീനിലേക്ക് പോകും. അതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വൈഫൈ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി റിസോൾവ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് കണക്റ്റഡ് എന്നിട്ട് ഈ റേഞ്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് ബട്ടൺ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാം ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ്, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എതർനെറ്റും ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈയും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലമായിട്ട് വന്നേക്കുന്നത് വൈഫൈക്കാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് മാറ്റാനായിട്ട് നമുക്ക് വൈഫൈയുടെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പോപ്പപ്പിൻ്റെ നേരെ താഴെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൺഫിഗർ എന്ന് പറഞ്ഞ്. ആ കൺഫിഗറിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും, അതിൻ്റെ കൺഫിഗർ സെറ്റിങ്സ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് കൺഫിഗർ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിവൈസ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, ദിസ് ഡിവൈസ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവൈസ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ അങ്ങനെ കാണിക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോവുക, അതിൽ അപ്ഡേറ്റ് ഡ്രൈവേഴ്സ് അത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് സെർച്ച് ഡ്രൈവേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇൻ യുവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിവൈസ് അത് ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പവർ മാനേജ്മെൻറ്റിന് പോയിട്ട് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നിടത്ത് ആ ടിക്ക് ഉണ്ടാകും, ആ ടിക്ക് മാറ്റിയിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമ്മുടെ പി സി അല്ലെങ്കിൽ ഏത് ഡിവൈസാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡിവൈസ് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ വൈഫൈയുടെ പ്രോബ്ലംസൊക്കെ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സിമ്പിൾ ചിലപ്പോൾ കാണിക്കില്ല ആദ്യമേ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വൈഫൈ തീർച്ചയായും ഓക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുത്തൻ എപ്പിസോഡുമായി വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.